ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാർ ഇനി ടീമിനോടൊപ്പം ഇല്ല. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്ന തോമസ് തോർസ് ആണ് ഇപ്പോൾ ക്ലബിന്റെ താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ക്ലബ്ബ് കളിക്കുക. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമനുമുണ്ട്. അടുത്ത മത്സരത്തിൽ മുഹമ്മദൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ആ മത്സരത്തിൽ തോമസ് തോർസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക. ആരാധകർക്ക് വളരെ സുപരിചിതനായ ഒരു പരിശീലകനാണ് തോർസ്. പറയാൻ കാരണം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും ഇദ്ദേഹം ആരാധകരുമായി സംസാരിക്കാറുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനെ പരിശീലിപ്പിക്കുക എന്നത് തന്റെ വലിയ ഒരു സ്വപ്നമാണ് എന്ന് നേരത്തെ തന്നെ തോർസ് വ്യക്തമാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും സാക്ഷാത്കാരമായിട്ടുള്ളത്. ഏതായാലും തോർസ് ഇനി ക്ലബിനകത്ത് എടുക്കേണ്ട ധീരമായ തീരുമാനങ്ങൾ ചില ആരാധകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരാധകന്റെ അഭിപ്രായം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെയുള്ള എല്ലാവരേക്കാളും മികച്ച രൂപത്തിൽ മത്സരത്തെക്കുറിച്ച് അറിയുന്നവനാണ് തോർസ്. സച്ചിൻ, വിപിൻ, ഐമൻ അസർ, അതുപോലെ തന്നെ കോറു എന്നിവരെയൊക്കെ നന്നായി അറിയുന്ന വ്യക്തിയാണ് തോർസ്. അദ്ദേഹത്തിന്റെ ഐഡിയോളജിയുമായി എങ്ങനെയാണ് വിദേശ താരങ്ങളും സീനിയർ താരങ്ങളും അഡാപ്റ്റ് ആവുക എന്നതാണ് ഞാൻ നോക്കിക്കാണുന്നത്. എനിക്ക് നൽകാനുള്ള ഏക നിർദ്ദേശം ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ലൂണയും നോവയും ഉൾപ്പെടെയുള്ള താരങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പിൻവലിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക തന്നെ വേണം. കഴിഞ്ഞ മത്സരത്തിൽ ഏതെങ്കിലും ഒരു താരത്തെ പിൻവലിച്ചുകൊണ്ട് ഡിഫൻസ് ശക്തിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഒരു മികച്ച റിസൾട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഒരു ആരാധകന്റെ അഭിപ്രായം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ആരാധകൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ആദ്യമായി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ചില മാറ്റങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കളിച്ച ആ ഒരു ഫസ്റ്റ് 11 അത് ഒരു മികച്ച 11 തന്നെയായിരുന്നു. ഇനി ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നോറയ്ക്ക് അവസരങ്ങൾ നൽകണം. അദ്ദേഹത്തിന് തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കൂടാതെ സെറ്റ് പീസുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകണം. ബംഗളൂരു FC, മോഹൻ ബഗാൻ തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളെ വീഴ്ത്താനുള്ള ഒരു ടീം നമുക്കുണ്ട്. പക്ഷേ വ്യക്തിഗത പിഴവുകളാണ് അവിടെയൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ടുള്ളത്. അത് ഇംപ്രൂവ് ആക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ താരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. മനസ്സ് വെച്ചാൽ ഇനിയും നമുക്ക് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഇതാണ് തോമസ് തോർസിനോട് ഒരു ആരാധകൻ തന്റെ അഭിപ്രായമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും തോർസിന് ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. യുവതാരങ്ങളെ നന്നായി അറിയുന്ന ഒരു പരിശീലകനാണ് ഇദ്ദേഹം. അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് കീഴിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ടീമിന് ഏറെ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.